ഗോൾഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഈസ് നോട്ട് ഐഡിയൽ ഇൻവെസ്റ്റ്മെന്റ്സ് എനിമോർ. ബഡ്ജറ്റിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞത് കാരണം ഗോൾഡ് ആൻഡ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്സിന് ഇനി ഹയർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈവൻ ദോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20% നിന്നും 12.5% ആയി കുറച്ചെങ്കിലും ഗോൾഡ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടായിരുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവർ റിമൂവ് ചെയ്തു. ഇൻഡെക്സേഷൻ റിമൂവ് ചെയ്തത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെയാണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഇമ്പാക്ട് ഓവറോൾ എക്കോണമിയെ തന്നെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സപ്പോസ് 10 വർഷം മുമ്പ് 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങി, ആ സെയിം പ്രോപ്പർട്ടി ഇന്ന് മറ്റൊരാൾക്ക് 70 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്. ആ 20 ലക്ഷത്തിന്റെ 12.5%, അതായത് 2.5 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് ആയി പേ ചെയ്യേണ്ടി വരും. എന്നാൽ പഴയ ടാക്സേഷൻ അനുസരിച്ച് പർച്ചേസ് പ്രൈസിനെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വഴി അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ടാക്സ് പേയ്മെന്റ് വളരെ കുറവാണ്. ലുക്ക് അറ്റ് ദിസ്, ന്യൂ റൂൾസിൽ ഇൻഫ്ലേഷൻ അനുസരിച്ച് ടാക്സ് അഡ്ജസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇൻഡെക്സേഷൻ റിമൂവ് ചെയ്തത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെയാണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഇമ്പാക്ട് ഓവറോൾ എക്കോണമിയെ തന്നെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.